ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ഫാഷൻ സ്റ്റോറിലും ട്രെൻഡിങ് ആയ ഒരു മോഡൽ കുർത്തിയാണ് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ ഏത് ഷോപ്പിൽ ചെന്നാലും ഈ മോഡൽ കുർത്തി നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മീറ്ററിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. കോട്ടൻ്റെ മെറ്റീരിയലാണ്. അതിന് ചേരുന്ന ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ക്ലോത്ത് രണ്ടാക്കി മടക്കിയിടുക. ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത് ബാക്ക് പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കുർത്തിയുടെ ഏറ്റവും താഴത്തെ വിരിവാണ് നമ്മൾ നോക്കുന്നത്. ഞാനിവിടെ ഒരു 12.5 ഇഞ്ച് ആണ് താഴത്തെ വിരിവായിട്ട് എടുക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് കട്ടായിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ 12.5 ഇഞ്ച് വീതിയിൽ നമ്മൾ രണ്ടാക്കി മടക്കിയെടുത്ത് നമ്മൾ ഈ പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് കുർത്തിയുടെ ലെങ്ത്ത് എടുക്കാം. അപ്പോൾ കുർത്തിയുടെ ലെങ്ത്ത് ഞാനിവിടെ ഒരു 44 ഇഞ്ചാണ് കുർത്തിയുടെ ലെങ്ത്ത് എടുക്കുന്നത്. 2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 46 ഇഞ്ചിലാണ് ഞാൻ ഈ ക്ലോത്ത് കട്ട് ചെയ്ത് എടുത്തത്. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് നമ്മുടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 12.5 ഇഞ്ചാണ് ബാക്ക് പാർട്ടിൽ ഞാൻ കട്ട് ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ചും കൂടി കൂട്ടി 16 ഇഞ്ചിൽ വേണം നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ വീതിയുടെ ഭാഗത്തേക്ക് ഈ തുണി രണ്ടാക്കി മടക്കിയിടുക. അപ്പോൾ 16 ഇഞ്ചിലാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് എടുത്തു. ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്ത്തും നമ്മൾ 46 ഇഞ്ചിൽ തന്നെയാണ് കട്ട് ചെയ്ത് എടുത്തത്. ഇനി നമ്മൾ 4 ഇഞ്ചാണ് ഈ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ കൂടുതൽ എക്സ്ട്രാ എടുത്തത്. അപ്പോൾ നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് ഇതുപോലെ 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ 4 ഇഞ്ച് എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക. നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിൻ്റെ തൊട്ടിപ്പുറത്താണ് നമ്മൾ ബാക്ക് പാർട്ട് ഇതുപോലെ ചേർത്ത് വെക്കേണ്ടത്. നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ച ആ ഭാഗം നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെക്കുക. അതിനുശേഷം വേണം നമ്മൾ ആ ബാക്ക് പാർട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഉള്ളിലേക്ക് മടക്കി വെച്ച ഭാഗത്ത് നമ്മൾ പിൻ കുത്തി കൊടുക്കുക, പുറത്തേക്ക് വരാതിരിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ബാക്ക് പാർട്ട് ഇതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ 4 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ എനിക്ക് ഇവിടെ 6.25 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ തന്നെ താഴെയും 6.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. ഇനി ആ 6.25 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ആം ഹോൾ എത്രയാണ് അത് മാർക്ക് ചെയ്യുക. 7 ഇഞ്ചാണ് എനിക്കിവിടെ ആം ഹോൾ വരുന്നത്. 7 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ആ 7 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നമ്മൾ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. എനിക്കിവിടെ 40 സൈസാണ് വരുന്നത്. 40ന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച്. ഞാനിവിടെ 2 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് ഇടുന്നത്. അപ്പോൾ 12 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി താഴേക്ക് നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. എനിക്കിവിടെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് 14.5 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത്. സ്ലിറ്റ് ലെങ്ത്ത് വരുന്നത് 21 ഇഞ്ച്. അതും ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി വേസ്റ്റിൻ്റെ ലെങ്ത്ത് എടുത്ത ഭാഗത്തു നിന്ന് വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. എനിക്കിവിടെ 9 ഇഞ്ചാണ്. ആ 9 ഇഞ്ച് മാർക്ക് ചെയ്തു. 2 ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് 11 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തു. ഈ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് എടുത്ത ഭാഗത്തുനിന്ന് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എടുക്കുക. എനിക്കിവിടെ 10.5 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽത്തുമ്പിടുന്നത്. 11.5 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്ത് എടുത്തു. ഇനി ഈ പോയിൻറ്റ്സ് എല്ലാം യോജിപ്പിച്ച് വരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ യോജിപ്പിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുർത്തിയുടെ ഏറ്റവും താഴത്തെ ഭാഗത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ചെരിച്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത ആ പോയിൻറ്റ്സും ആ താഴെ മാർക്ക് ചെയ്ത പോയിൻറ്റ്സും നമ്മൾ യോജിപ്പിച്ച് വരച്ചെടുക്കുക. ഇനി നമ്മൾ ആ കോർണർ ഭാഗത്തു നിന്ന് ആം ഹോൾ മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ചാണ് ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ആ ലൈനിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ആ 1.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കുക. ഇനി 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് താഴെ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു ഷേപ്പ് നമ്മൾ ഫ്രണ്ട് ആം ഹോളും വരച്ചെടുത്തു. ഇനി ഞാനിവിടെ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് 3.5 ഇഞ്ചിലാണ് ഞാനിവിടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഇനി ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നതിന് ശേഷം ഒരു ഷോൾഡർ സ്ലോപ്പ് വരച്ചെടുക്കുക. ഇനി ആ ഭാഗത്ത് കൂടെ നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുക. അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ബാക്ക് നെക്ക് ഞാനിവിടെ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു ബോക്സ് ഷേപ്പ് വരച്ചെടുക്കുക. ഞാനിവിടെ ബോക്സ് ഷേപ്പ് വരച്ച് ഒരു യൂനെക്കാണ് മാർക്ക് ചെയ്തെടുത്തത്. ഇനി ഫ്രണ്ട് പാർട്ട് താഴത്തെ ഭാഗത്തുനിന്ന് ഒന്ന് മാറ്റിയിട്ടതിന് ശേഷം ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആം ഹോള് ബാക്ക് നെക്കിൽ മാർക്ക് ചെയ്ത ആം ഹോള് നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ആ ആം ഹോളിൻ്റെ ഭാഗത്ത് ഇതുപോലെ കൈ വെച്ചതിന് ശേഷം നമ്മൾ ആ ഭാഗം ആ താഴത്തെ ഭാഗത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. നമുക്ക് ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുർത്തി നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലോത്ത് 4 മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ബോർഡർ ആ കൈയുടെ അറ്റത്ത് വരുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്.
ഇനി സ്ലീവിൻ്റെ ആം ഹോൾ റൗണ്ട് വരുന്നത് 9.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ആ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ഞാനിവിടെ 3.5 ഇഞ്ച് ആം ഹോൾ ഷേപ്പ് മാർക്ക് ചെയ്തെടുത്തു. അതിന് ശേഷം നമ്മൾ ആ സ്ലീവിൻ്റെ ആ ഷേപ്പ് ഇതുപോലെ വരച്ചു കൊടുക്കുക. സ്ലീവിൻ്റെ കൈവണ്ണം വരുന്നത് 5.25 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് 6.25 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി ആ ഷേപ്പ് ഇതുപോലെ സ്ലീവിൻ്റെ ആ ഷേപ്പ് ഇതുപോലെ വരച്ചെടുത്തു. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. 16 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തത്, 1/2 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് എടുത്തത്. ഇനി നമ്മൾ ആ സെൻറ്റർ ഭാഗത്ത് ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. സ്ലീവ് ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഒരു സൈഡ് വശം മാത്രം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക. ആ ഭാഗത്തും ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഫ്രണ്ട് പാർട്ട് ഞാനിവിടെ നിവർത്തി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഞാനിവിടെ പേപ്പർ ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത്. ഈ ക്യാൻവാസിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തത് 13 ഇഞ്ചാണ്. ക്യാൻവാസിൻ്റെ വീതി വരുന്നത് 11.5 ഇഞ്ചാണ്. ഇനി നമ്മൾ ക്യാൻവാസ് രണ്ടാക്കി മടക്കിയെടുക്കുക. ഇനി മടക്കിയെടുത്തതിന് ശേഷം നമ്മളിതിൽ പിൻ കുത്തിയിട്ടുണ്ട്. പിൻ കുത്തി വെച്ചതിന് ശേഷം നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുക. ഇവിടെ നെക്ക് വിടുത്ത് വരുന്നത് 3.5 ഇഞ്ചാണ് ഞാനിവിടെ നെക്ക് വിടുത്ത് എടുക്കുന്നത്. അതിനുശേഷം ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് 4.5 ഇഞ്ച്. നമ്മളിവിടെ ഒരു ബോട്ട് നെക്ക് പോലെയാണ് ചെയ്തെടുക്കുന്നത്. വൈഡായിട്ടുള്ള ബോട്ട് നെക്കല്ല, ഒരു ചെറിയ ബോട്ട് നെക്ക്. ഇനി നമ്മൾ സ്ക്വയർ വരച്ചതിന് ശേഷം ആം ഹോൾ കർവിൻ്റെ സ്കെയിൽ വെച്ച് നമ്മളൊരു ചെറിയ യു ഷേപ്പ് വരച്ചെടുക്കാം. നമ്മൾ നെക്കിൻ്റെ താഴെ ഒരു കീ ഹോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ആ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആം ഹോൾ കർവിൻ്റെ ആ സ്കെയിലിൻ്റെ ഉൾവശം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ശരിക്കും നമുക്ക് ആ കീ ഹോളിൻ്റെ അതേ ആ ഒരു രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. ഇതുപോലെ അതിൻ്റെ ഉൾസൈഡ് വെച്ചിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പ് നമുക്കവിടെ കിട്ടും. ഇപ്പോൾ നെക്ക് മാർക്ക് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറത്ത് നിന്ന് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ താഴെ വരെ ഒന്ന് 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ടേപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ താഴേക്ക് ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 11 ഇഞ്ച് ഇതുപോലെ രണ്ട് സൈഡിലും 11 ഇഞ്ച് തന്നെ നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് ആ ലൈൻ ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കുക. ഇനി നമ്മളിത് യോജിപ്പിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴത്തെ ഭാഗം നമ്മളൊരു 2 ഇഞ്ചാണ് താഴത്തെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ഈ സ്കെയിൽ ഇതുപോലെ ചെരിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി ഈ ഷേപ്പിലാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പിന്നെ കറക്റ്റായിട്ട് കുത്തി വെച്ചതിന് ശേഷം നമ്മൾ ഈ ചെരിച്ച് കട്ട് ചെയ്ത ആ രീതിയിൽ ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കീ ഹോളിൻ്റെ ഭാഗവും നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫ്രണ്ട് പാർട്ട് നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ 4 ഇഞ്ച് ഇതിൻ്റെ ഉൾ സൈഡിലേക്ക് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പിന്നൊക്കെ മാറ്റിയതിന് ശേഷം അത് ഇതുപോലെ നമ്മൾ നിവർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 4 ഇഞ്ച് എന്നുള്ളത് നമ്മൾ അവിടെ ഒരു ലൈൻ, ആ 4 ഇഞ്ച് മടക്കിയ ഭാഗത്ത് ഇതുപോലെ ഒരു ലൈൻ ഞാൻ വരച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മൾ ക്യാൻവാസ് ആ 4 ഇഞ്ച് ആ മാർക്ക് ചെയ്ത ആ ലൈനിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ക്യാൻവാസ് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ആ ക്യാൻവാസിൽ കൂടെ തന്നെ ഈ സൈഡ് വശം ഇതുപോലെ ചോക്ക് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. ഈ താഴത്തെ വശം ഇതുപോലെ ആ ചെരിവ് വന്ന ആ ഭാഗവും ഇതുപോലെ ഒരു സ്കെയിൽ വെച്ച് നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ അറ്റത്തേക്ക് തന്നെ മാർക്ക് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ക്യാൻവാസ് മാറ്റിയിട്ടതിന് ശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിലൂടെ കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ലൈനിലൂടെ കട്ട് ചെയ്യേണ്ട, കുറച്ച് കയറ്റി ഒരു 1/2 ഇഞ്ചോളം നീക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുക. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല, ഞാനത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ച് രണ്ട് സൈഡിൽ ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ പീസിൽ തന്നെ നമ്മൾ ക്യാൻവാസ് അയൺ ചെയ്ത് എടുക്കുക. അപ്പോൾ ക്യാൻവാസ് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ആ നെക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അയൺ ചെയ്തെടുക്കുക. അപ്പോൾ മുകളിൽ ഞാനൊരു 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം സൈഡിലെല്ലാം നമ്മൾ ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തു. നമ്മൾ ഇതുപോലത്തെ തന്നെ ഒരു പീസും കൂടി എടുക്കുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഒട്ടിച്ചെടുത്ത ആ ക്യാൻവാസിൻ്റെ പീസ് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് കയറ്റി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആ നെക്കിൻ്റെ ഭാഗവും ആ കീ ഹോളിൻ്റെ ഭാഗവും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 1/2 ഇഞ്ച് അവിടെ നിർത്തിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ്സ് ചുറ്റും ഇട്ട് കൊടുക്കുക. ആ കീ ഹോളിൻ്റെ ഭാഗത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം സൈഡ് വശത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ ക്യാൻവാസ് ഇതിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത് ആ ക്ലോത്തിൻ്റെ റോങ് സൈഡിലാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. എഡ്ജ് ഭാഗങ്ങളെല്ലാം നമ്മളൊരു പെൻസിൽ ഉപയോഗിച്ചൊന്ന് കുത്തി കൊടുക്കുക. ഇപ്പം ഞാനിവിടെ നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ ഭാഗം ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫ്രണ്ട് പാർട്ട് നമുക്കിത് നിവർത്തിയിടാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നിവർത്തിയിട്ടതിന് ശേഷം നമ്മൾ ഈ ഭാഗങ്ങളിൽ മുഴുവൻ നമ്മളിതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി യോക്ക് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ യോക്കിൻ്റെ അതനുസരിച്ചാണ് നമ്മൾ താഴെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ യോക്ക് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്ക് യോക്കിൽ നമ്മൾ ആ ക്യാൻവാസ് വെച്ച ആ തൊട്ടിപ്പുറത്തു നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ യോക്കിൻ്റെ മുകളിലേക്ക് നമ്മുടെ കുർത്തിയുടെ ആ പീസ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. എഡ്ജ് ബാങ്കിൾ വരുമ്പോൾ നമ്മൾ കുർത്തിയിൽ ഒരു ചെറിയ കട്ടിട്ട് കൊടുത്താലാണ് നമുക്ക് ആ യോക്ക് നമുക്ക് തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ തിരിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ആ എഡ്ജിൽ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ യോക്കായിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഈ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ കുർത്തിയുടെ ബോർഡറാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ബോർഡർ കട്ട് ചെയ്തെടുക്കുമ്പോൾ രണ്ട് സൈഡിലേക്കും നമുക്ക് ബോർഡർ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള ക്ലോത്തും കൂടി കൂട്ടിയിട്ടിട്ടാണ് കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും ഒരു 1/2 ഇഞ്ചോളം കൂടുതൽ എടുത്തിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഞാൻ ഈ ബോർഡറിൽ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ബോർഡറിൻ്റെ നല്ല വശവും ലേസിൻ്റെ നല്ല വശവും ഒരുമിച്ച് ചേർത്തിട്ടാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. ഞാൻ ബോർഡറിൽ ഒരു സൈഡിൽ മാത്രമാണ് ലേസ് വെച്ച് കൊടുത്തത്. ഇനി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ആ യോക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് ആ ലേസ് ഇതുപോലെ നിവർത്തി വയ്ക്കാം. ലേസ് നല്ലോണം ഇതുപോലെ നിവർത്തി വെച്ചിട്ട് നമ്മൾ ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ലേസിൻ്റെ മുകളിലൂടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എഡ്ജ് ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു കോൺ ഷേപ്പിൽ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു സൈഡ് വശം സ്റ്റിച്ച് ചെയ്തെടുത്തു, ആ ലേസുള്ള സൈഡ് വശം. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് വശം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ആ സൈഡ് വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം ഇതിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഞാനിവിടെ ബാക്ക് പാർട്ട് നിവർത്തിയിട്ടിട്ടുണ്ട്. ബാക്ക് പാർട്ടിൽ നമ്മൾ ക്രോസ് പീസ് ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ക്രോസ് പീസിൻ്റെ നല്ല വശവും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. ഇനി ബാക്ക് പാർട്ടിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഒരുമിച്ച് ചേർത്ത് വെച്ചതിന് ശേഷം ആ ഷോൾഡറിൻ്റെ ഭാഗം ജോയിൻ ചെയ്തെടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാനായിട്ട് ബാക്ക് പാർട്ടിൽ ആ നെക്കിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത ക്രോസ് പീസ് ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് രണ്ടാക്കി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. അതുപോലെ തന്നെ ബാക്ക് പാർട്ടിൽ നമ്മൾ ആ ക്രോസ് പീസ് രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. കുർത്തിയുടെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ 2 സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് വശം ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ സൈഡ് വശത്ത് ഞാൻ സ്ലീവിൽ 1 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുത്തത്. താഴേക്ക് 2 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുത്തത്. നമ്മൾ ആ സ്ലിറ്റ് വരെ ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ സ്ലിറ്റ് നമ്മൾ രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴത്തെ ഭാഗം രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുർത്തിയുടെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കുർത്തി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ബോർഡറൊക്കെ വെച്ച് നമ്മൾ ആ യോക്കിൻ്റെ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലേസിൻ്റെ ഭാഗത്തൊന്ന് അയൺ ചെയ്തും കൂടി എടുക്കണം. അപ്പോൾ ഞാൻ ആ കീ ഹോളിൻ്റെ ഭാഗത്ത് ലൂപ്പും ബട്ടൺസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലീറ്റ്സ് ഇതുപോലെ ചെറിയ രീതിയിലുള്ള പ്ലീറ്റ്സ് ആണ് വരുന്നത്. നമുക്കിത് ജീൻസിൻ്റെ കൂടെയോ ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.